നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, വചനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹം നിങ്ങളിൽ ഓരോരുത്തരുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയും അവരെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് നിയോഗിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. ഗ്രാമങ്ങൾ തോറും ഈശോ ചുറ്റി സഞ്ചരിച്ചു, രോഗികളുടെ മേൽ കൈകൾ വെച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ശരണരോടൊപ്പം ഈശോ ഉണ്ടായിരുന്നു. നിസ്സഹായരും പരിഭ്രാന്തരുമായിരുന്നു അവരെന്ന് ഈശോ പങ്കുവെക്കുകയാണ്. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തുകാരെ അയക്കുന്നതിന് വേണ്ടി, വേലക്കാരെ അയക്കുന്നതിന് വേണ്ടി വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ എന്ന് ഈശോ അവരെ പഠിപ്പിക്കുകയാണ്. അവരെ നിയോഗിച്ചു. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കുവിൻ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്ന് ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങൾ പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കുവിൻ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ ഈശോ അയക്കുകയാണ്. തൻ്റെ സുവിശേഷ പ്രഘോഷണത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുന്നറിയിപ്പ് സ്വീകരിച്ചുകൊണ്ട് ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുകയും ഈശോയ്ക്ക് വേണ്ടി, ഈ വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുകയും ചെയ്തവരാണ് രക്തസാക്ഷികൾ. രക്തസാക്ഷികളാണ് സഭയുടെ കരുത്തും ജീവനും. രക്തസാക്ഷികളുടെ ചുടുനിണമാണ് സഭയ്ക്ക് ജീവൻ നൽകുന്നത്. സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ സഭയിൽ എപ്പോഴും പീഡനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിക്കുന്നവർ. നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ ഇന്ത്യയിലാണെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പ്രഘോഷിക്കപ്പെടാതിരിക്കുന്നതിന് ജയിലിൽ അടയ്ക്കുന്ന സമകാലീന സംഭവങ്ങൾ നമുക്ക് നന്നായിട്ടറിയാം. ലോകത്തെല്ലായിടത്തും സഭ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഓരോ 6 മിനിറ്റിലും ഒരു സഭയിൽ ഒരു അംഗം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് വിശ്വാസത്തിന് വേണ്ടി. 80-ലധികം രാജ്യങ്ങളിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുവാനേ കഴിയുകയില്ല ഈ ആധുനിക കാലഘട്ടത്തിൽ എന്നോർക്കുമ്പോൾ കർത്താവ് നൽകിയ ആ വലിയ ഉത്തരവാദിത്വം അത് തീക്ഷ്ണതയോടെ ഏറ്റെടുക്കുന്ന വിശ്വാസ സമൂഹത്തെ അനുസ്മരിക്കുകയാണ് നാം ഈ എപ്പിസോഡുകളിലൂടെ എല്ലാം ചെയ്യുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെപ്പോലെ കടന്നു ചെന്ന ഒരു സമൂഹം, വലിയ പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം, അത് ജപ്പാനിലെ ക്രൈസ്തവ സമൂഹമാണ്. കരളലിയിക്കുന്ന മതമർദ്ദനം സ്വന്തമാക്കി അഭിമാനത്തോടുകൂടി അവിടത്തേക്ക് വേണ്ടി രക്തസാക്ഷികളായ നമ്മുടെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമാണ് ജപ്പാനിലുള്ളത്. ഈ എപ്പിസോഡിൽ ജപ്പാനിലെ പ്രത്യേകമായ സാഹചര്യങ്ങളാണ് നാം പഠിക്കുക, മനസ്സിലാക്കുക. ജപ്പാനിലെ രക്തസാക്ഷികൾ.
ആഗോള കത്തോലിക്കാ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളെ നൽകിയ രാഷ്ട്രമാണ് ജപ്പാൻ. 3 നൂറ്റാണ്ടുകൾ കൊണ്ട് ജപ്പാനിൽ രക്തസാക്ഷികളായ ക്രൈസ്തവരുടെ സംഖ്യ 10 ലക്ഷത്തിലധികം വരും. ക്രൈസ്തവർക്കെതിരെ ഏറ്റവും ക്രൂരവും ഭീകരവുമായ പീഡന മുറകൾ അവലംബിച്ച ദേശങ്ങളിൽ മുൻപന്തിയിലാണ് ജപ്പാൻ. 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടെയാണ് ക്രിസ്തുമതം ജപ്പാനിൽ വ്യാപരിക്കുന്നത്. മിഷണറിമാരുടെ അശ്രാന്ത പ്രവർത്തനം നിമിത്തം ക്രിസ്തുമത വിശ്വാസങ്ങൾ ജപ്പാനിലെ യാഥാസ്ഥിതിക സ്ഥലങ്ങളിൽ പോലും തളിരെടുത്തുവെങ്കിലും അതിനെ വേരോടെ തന്നെ പിഴുതെടുക്കുവാൻ അധികാരികളും ശ്രമിച്ചു. 1630 മുതൽ 250 വർഷങ്ങളിലേക്ക് ജപ്പാനിലെ കത്തോലിക്ക സഭ അണ്ടർഗ്രൗണ്ട് ചർച്ച് എന്ന നിലയിൽ മാത്രം പ്രവർത്തിച്ചു പോന്നു. കൂദാശകൾ നൽകാൻ വൈദികരുണ്ടായിരുന്നില്ല. പീഡകളേറ്റ സഭ വിശ്വാസം തകരാതെ കാത്തുസൂക്ഷിച്ചു. രക്തസാക്ഷികളായിരുന്നവരുടെ സംഖ്യ തിട്ടപ്പെടുത്തുവാൻ ജപ്പാനിലെ രക്തഭൂമിക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. സ്വർഗം മാത്രമറിയുന്ന ഒരു രഹസ്യസംഖ്യയായി ഇന്നും അത് അവശേഷിക്കുന്നു. 1873 വരെ ജപ്പാനിൽ മതസ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 50 ലക്ഷത്തിൽ മീതെ വിശ്വാസികൾ ക്രിസ്തുമതത്തിൽ വിശ്വസിച്ച് ജപ്പാനിൽ വസിക്കുന്നു. സഭയിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ സംഭാവന ചെയ്ത രാജ്യമാണ് ജപ്പാൻ. 10 ലക്ഷത്തിലധികം. കണക്കുകൾ കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, എങ്കിലും അനൗദ്യോഗികമായ കണക്കനുസരിച്ച് 10 ലക്ഷത്തിലധികം കത്തോലിക്കർ, ക്രിസ്ത്യാനികൾ വധിക്കപ്പെട്ടു. ഇത്ര വലിയൊരു കണക്കാണത്. നമുക്ക് വിശ്വസിക്കുവാൻ പോലും സാധിക്കുകയില്ല. രക്തസാക്ഷിത്വം ധീരതയോടെ ഏറ്റെടുത്ത ഒരു വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് നമസ്കരിക്കാം. തീഷ്ണത നിറഞ്ഞ ഒരു വിശ്വാസ സമൂഹം നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് ധൈര്യം നൽകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ മതസ്വാതന്ത്ര്യമുണ്ടോ? ഈ ജപ്പാൻ സാമ്പത്തികമായിട്ട് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ ന്യായം അവിടെ ഉണ്ടോ? സംവിധാനം കൃത്യതയോടുകൂടി ഉണ്ടോ? മതസ്വാതന്ത്ര്യം അവിടെ ഉണ്ടോ? ഇല്ല എന്ന് നമുക്ക് പറയാം. ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള മതസ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഇപ്പോഴവിടെ കത്തോലിക്ക സഭയിൽ 16 രൂപതകളും 850-ലധികം ഇടവകകളും 1500-ലധികം വൈദികരും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ജപ്പാനിൽ 125 മില്യൺ ആളുകൾ, അതായത് 12.5 കോടിയോളം ആളുകൾ. അതിൽ വിശ്വാസ സമൂഹം ക്രൈസ്തവർ 1% മാത്രമാണുള്ളത്. എത്രയോ ചെറിയ ഒരു രാജ്യമാണ്, ചെറിയൊരു സമൂഹമാണ് എന്ന് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കും. പക്ഷേ ആ ഒരു ചെറിയൊരു രാജ്യം വലിയ സംഭാവനകൾ ഈ ആധുനിക കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ട് വിവിധ മേഖലകളിൽ. എന്നാൽ അവിടെയുള്ള ക്രൈസ്തവ സാന്നിധ്യം 16 രൂപതകൾ, 1500-ലധികം വൈദികർ, അങ്ങനെയുള്ള വലിയൊരു സമൂഹം പുളിമാവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴവിടെ മതസ്വാതന്ത്ര്യമില്ല. അവിടെ ഒരു ജുഡീഷ്യൽ സംവിധാനം, ഒരു ജനാധിപത്യത്തിന് വേണ്ട ജുഡീഷ്യൽ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. അതിൽ ജുഡീഷ്യറിയുടെ സംഭാവന നമുക്കറിയാം. എന്നാൽ അവിടെ ഒരു ജുഡീഷ്യൽ സംവിധാനമില്ല. അതായത് ഏതെങ്കിലും വിധത്തിൽ വളരെ നിശബ്ദമായിട്ട് സുവിശേഷ പ്രഘോഷണം നടത്താം. എന്നാൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരിക്കലും ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുകയില്ല. അവിടെ അംഗീകരിക്കപ്പെട്ട മതം ഷിൻറ്റോ മതം അല്ലെങ്കിൽ ബുദ്ധമതം. ബുദ്ധമത അനുയായികൾ ധാരാളം ആളുകളുണ്ട്. ഷിൻറ്റോ മതത്തിൽ പെടുന്നവർ 5% ഉള്ളൂ. പക്ഷേ ഈ ബുദ്ധമതത്തിന് പ്രത്യേകമായ അമ്പലങ്ങളൊന്നുമില്ലെങ്കിലും ഷിൻറ്റോ മതത്തിന് ആയിരക്കണക്കിന് അമ്പലങ്ങളും പുരോഹിതരും എല്ലാം ഉണ്ട്. ഈ അമ്പലങ്ങളിൽ അവർ പോകും. നമ്മെ അതിശയിപ്പിക്കുന്ന കാര്യം 50% ആളുകൾക്ക് ഒരു ദൈവവിശ്വാസവുമില്ല, അവർക്ക് പ്രത്യേകമായിട്ടുള്ള മതവുമില്ല. പക്ഷേ അവർ അവസരം കിട്ടുമ്പോഴൊക്കെ ഈ ഷിൻറ്റോ ടെമ്പിളിൽ, ആ അമ്പലങ്ങളിൽ പോകാറുണ്ട്, ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. എങ്കിലും പ്രത്യേകമായി മതമില്ലാത്തവർ 50% ആളുകൾ ജപ്പാനിലുണ്ട്. ഏറ്റവും അധികം സെക്കുലറൈസ്ഡ്, ലൗകികമായ സ്വാധീനത്തിൽപ്പെട്ട ഒരു ജനതയാണ് ജപ്പാനിലുള്ളത്. കാരണം വലിയ വിശ്വാസമൊന്നുമില്ല, മതമില്ലാത്ത ഒരു ജനം.
അവിടെ ഈ ഷിൻഡോ മതം അതിൻ്റെ സംവിധാനങ്ങളും വളരെ ശക്തിയാണ്. അംഗീകരിക്കപ്പെട്ട മതമാണ്, ആ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. അതിനപ്പുറത്തായിട്ട് മറ്റൊരു സ്വാധീനം അത്ര എളുപ്പമല്ല ഈ കാലഘട്ടത്തിൽ പോലും. എന്നാൽ ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളിൽ ആ മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ജപ്പാൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചക്രവർത്തി, ഒരു ഫ്യൂഡൽ വ്യവസ്ഥിതി തുടക്കം മുതലേ അവിടെ ഉണ്ടായിരുന്നു. ഒരു ചക്രവർത്തി, വളരെ ചെറിയൊരു രാജ്യമാണല്ലോ, വ്യത്യസ്തമായ വിവിധ പ്രോവിൻസുകൾ, അവിടെ ചെറിയ ഫ്യൂഡലിസ്റ്റ് ഉണ്ട്. അവരൊരുമിച്ച് ഓരോ കാലഘട്ടത്തിലും കടന്നു വന്നൊരു ചക്രവർത്തി തലവനായിരിക്കുന്ന ഒരു സംവിധാനം വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അവിടെ സംജാതമായിരുന്നു. അവിടെ ഈ ബുദ്ധമതത്തിൻ്റെയും ഈ ഷിൻഡോ മതത്തിൻ്റെയും എല്ലാ സ്വാധീനമായിരുന്നു കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നത്. ഷിൻഡോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേ ഓഫ് ഗോഡ്. എല്ലാറ്റിലും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിലും ഒരാത്മാവുണ്ട്, എല്ലാ വസ്തുക്കളിലും ആത്മാവുണ്ടെന്നുള്ള ചിന്തയും അതിനോട് ചേർന്നുള്ള ആചാര അനുഷ്ഠാനങ്ങളുമാണ് ഈ ഷിൻഡോ മതത്തിലുള്ളത്. അത് മറ്റേത് മതാനുഷ്ഠാനങ്ങൾ ഉള്ളതുപോലെ വിവിധമായ ആചാരങ്ങളെല്ലാം ഈ ഷിൻഡോ മതത്തിലും ഉണ്ട്. അവരുടെ സ്വാധീനം എപ്പോഴും വളരെ ശക്തമായിട്ട് ഇന്നും ജപ്പാനിലുണ്ട് എന്ന് നമുക്ക് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ക്രൈസ്തവ സഭ എപ്പോഴാണ് ജപ്പാനിലെത്തിയത്? 1540കളിൽ പോർച്ചുഗലിൽ നിന്ന് കപ്പൽ കച്ചവടത്തിനായിട്ട് നാഗാസാക്കി മേഖലകളിൽ എത്തുമ്പോൾ ആദ്യമായിട്ട് അതിൽ മിഷനറിമാർ അവിടെ എത്തുന്നത്. എന്നാൽ അവർക്ക് കൂടുതൽ മിഷൻ പ്രവർത്തനം ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും ആദ്യമായിട്ട് അവിടെ കാലുകുത്തുന്നത് മിഷനറിമാർ 1540കളിൽ. കൃത്യമായി പറഞ്ഞാൽ ഒരു മിഷൻ പ്രവർത്തനം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് നമുക്ക് ഏവർക്കും പരിചയമുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറാണ്. 1549 ഓഗസ്റ്റ് 15 മറ്റു 3 മിഷനറിമാർ വൈദികരോടൊപ്പം വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഈശോ സഭാംഗം ജപ്പാനിൽ കാലുകുത്തി. തുടർന്ന് വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് അവിടെ സുവിശേഷം വിശുദ്ധൻ പ്രഘോഷിച്ചു. ആദ്യം അവരുടെ ഭാഷ ഇതൊരു പിശാചിൻ്റെ ഭാഷയാണോ എന്ന് പോലും വിശുദ്ധ ഫ്രാൻസിസ് സംശയിച്ചെഴുതിയിട്ടുണ്ട്. മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അവർ പഠിച്ചിട്ടുള്ള ലത്തീനോ, പോർച്ചുഗലോ, സ്പാനിഷോ ഒന്നും തന്നെ അവിടെ എളുപ്പമാകാത്തതുപോലെ, മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ദുഷ്കരമായി തീർന്നവർ വളരെയധികം ബുദ്ധിമുട്ടി. എങ്കിലും വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വലിയ വിശുദ്ധി കൊണ്ട് അവിടെയുള്ള ഏറ്റവും ഈ ഫ്യൂഡൽ വ്യവസ്ഥിതി വിവിധ മേഖലകളിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അവിടെയുള്ള വലിയ പ്രഭുക്കന്മാരെ സ്വാധീനിക്കുവാൻ വിശുദ്ധ ഫ്രാൻസിസിന് സാധിക്കുകയും മാനസാന്തരപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്തു. 1549 1550കളിൽ അവിടെ സുവിശേഷം എത്തി. വിശുദ്ധ ഫ്രാൻസിസ് അവിടെ 2-3 വർഷം തങ്ങിയതിന് ശേഷം തിരിച്ചു പോരുകയായിരുന്നു. ഇന്ത്യയിലേക്ക് തിരിച്ചു പോരുകയാണ്, ഗോവയിലേക്ക് തിരിച്ചു പോരുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് ആ പ്രദേശം മുഴുവനും, ഇന്ത്യയും അതുപോലെ ജപ്പാനിലും എല്ലാം പ്രത്യേകമായിട്ടുള്ള അപ്പസ്തോലിക അധികാരം ഉണ്ടായിരുന്നതുകൊണ്ട് സഭയുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം തിരിച്ചുപോയി. മിഷനറിമാർ അവിടെ തുടരുകയാണ് ചെയ്യുന്നത്. 1550കളിൽ ആരംഭത്തിൽ തന്നെ സുവിശേഷ പ്രഘോഷണം ആരംഭിച്ചു. 1580-90 എത്തുമ്പോഴേക്കും അവിടെ 3 ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. നിരവധി ദേവാലയങ്ങൾ, 200-ലധികം ദേവാലയങ്ങൾ സ്ഥാപിച്ചിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്നാണ് സഭ അവിടെ വളർന്നത് എന്ന് നമുക്കതിൽ നിന്ന് നിരീക്ഷിക്കുവാൻ സാധിക്കും. അങ്ങനെ സഭയുടെ വളരെയധികം ഒരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ടായിരുന്നു. വളരെയധികം മുന്നോട്ട് സജീവമായി പോകുമ്പോൾ അവിടെ തിരിച്ചടികൾ നേരിട്ടു വിശ്വാസ സമൂഹത്തിന്. 1597 അവിടെ ഹിദയോഷി ടൊയോട്ടോമി എന്ന ചക്രവർത്തി ഭരണാധികാരി മതമർദ്ദനം ആരംഭിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്ക് എതിരെ, ക്രിസ്തുമതം പുറത്തുനിന്ന് വന്നതാണ് എന്നുള്ള എതിരെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 1603 മുതൽ പിന്നീട് 1868 വരെ
ഈദോ എന്ന സ്ഥലത്തുള്ള ഒരു ഭരണം. അവിടെ ചക്രവർത്തിയുടെ ഭരണത്തിൻ്റെ കേന്ദ്രം ഈദോ എന്ന സ്ഥലത്ത്. അപ്പോൾ ഈദോ ഭരണ കാലഘട്ടം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. സഭ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട കാലമായിട്ട് അതിനെ കണക്കാക്കുകയാണ്. അപ്പോൾ അവിടെ ടൊയോട്ടോമിയുടെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഈദോ ഭരണത്തിൻ്റെ കാലഘട്ടം ഏറ്റവും ദുരിതം നിറഞ്ഞതായിരുന്നു. സഭ പൂർണ്ണമായിട്ടും നിരോധിക്കപ്പെട്ടു. ക്രിസ്ത്യാനികളെ അനിഹിലേറ്റ് ചെയ്യുക, ഇല്ലായ്മ ചെയ്യണം, ഒരു ക്രിസ്ത്യാനി പോലും ഈ രാജ്യത്തുണ്ടായിരിക്കരുത് എന്ന കൽപ്പന കൊടുത്തു. ആ ഒരു കൽപ്പന ആ ബന്ധപ്പെട്ടവർ പട്ടാളക്കാർ പ്രാവർത്തികമാക്കിയപ്പോൾ ജീവൻ പൊലിഞ്ഞത് രക്തസാക്ഷികൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10 ലക്ഷത്തിലധികമാണ്. അവർ വിവിധ തരത്തിലുള്ള പീഡന മുറകളാണ് അവർ സ്വീകരിച്ചിരുന്നത്. മരത്തിൽ കെട്ടിയതിന് ശേഷം അടിയിൽ തീയിട്ടിട്ട് നമ്മുടെ ക്രിസ്ത്യാനികൾ, പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ വധിച്ചിട്ടുണ്ട്. കുന്നിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ വിശ്വാസ സമൂഹത്തെ പരസ്യമായിട്ട് കുരിശ് നിർമ്മിച്ച് അതിൽ കെട്ടിയിട്ടതിന് ശേഷം അടിയിൽ തീ കൊളുത്തി കുരിശിൽ വെന്തു മരിച്ചു നമ്മുടെ ക്രിസ്ത്യാനികൾ. വലിയ അഗ്നികുണ്ഡങ്ങൾ തീർത്ത് അതിലേക്ക് നമ്മുടെ ക്രിസ്ത്യാനികൾ വലിച്ചെറിയപ്പെട്ടു. വിവിധ ഒരിക്കലും കേട്ടുകേൾവി പോലെ ഇല്ലാത്ത പീഡന മുറകൾ അവർ സ്വീകരിച്ചു. അങ്ങനെ 250 വർഷത്തിലധികം കടുത്ത മതമർദ്ദനത്തിലൂടെ ഈ ജപ്പാനിലെ നമ്മുടെ വിശ്വാസ സമൂഹം മുന്നോട്ട് പോയി. എന്നാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതും നമ്മെ എന്നും ആകർഷിക്കേണ്ടതും ഈ ഓരോ അവസരത്തിലും പീഡനങ്ങൾ ഉണ്ടായപ്പോൾ വിശ്വാസ സമൂഹം പുറകോട്ട് പോയോ? ഒരിക്കലും പുറകോട്ട് പോയില്ല. നമ്മെ ധൈര്യപ്പെടുത്തുകയും തീഷ്ണതയോടുകൂടി നമ്മുടെ വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ ശക്തി നൽകേണ്ടതിന് ദൈവം നമുക്ക് നൽകുന്ന വലിയ മാതൃകയാണ് ജപ്പാനിലെ സഭ. 1603 മുതൽ 1868 വരെ ഉള്ള ഈ ഈദോ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിയാണെന്ന് അറിഞ്ഞാൽ അവരെ നാട് കടത്തും. വിദേശത്ത് നിന്ന് ഒരാൾ പോലും ഈ പ്രദേശത്തേക്ക് കടക്കാൻ പാടില്ല. ഇവിടെ നിന്നുള്ളവർ വിദേശത്തേക്ക് പോകുവാൻ പാടില്ല. ഈ 250 വർഷങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ഈ ഭരണകാലഘട്ടത്തിൽ നൽകിയ നിർദ്ദേശമായിരുന്നു. ക്രിസ്തുമതത്തിൻ്റെ വളർച്ച ജപ്പാനിൽ വളരെ പെട്ടെന്നായിരുന്നു. ഭരണാധികാരിയായിരുന്ന ടൊയോട്ടോമി ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ദേവാലയങ്ങൾ തകർക്കപ്പെടുകയും മിഷണറിമാരെ നാടുകടത്തപ്പെടുകയും ചെയ്തു. രക്തരൂക്ഷിതമായ ക്രൈസ്തവ പീഡനം ജപ്പാനിൽ അരങ്ങേറി. വിശ്വാസികളെ കുരിശിലോ മരത്തടിയിലോ ബന്ധിച്ച് ഉയർത്തി നിർത്തിയ ശേഷം കാൽപാദങ്ങൾ ബന്ധിച്ച് ചുവട്ടിൽ തീവെച്ചു. സ്ത്രീകളെയും കുട്ടികളെയും വരെ അതിക്രൂര പീഡനങ്ങൾക്കിരയാക്കി. നാഗസാക്കിയിൽ ഒരു കുട്ടിയെ 7 ദിവസം തുടർച്ചയായ പീഡനങ്ങൾക്കൊടുവിൽ ആ ബാലന്റെ പിൻഭാഗം തുരന്ന് ആ മുറിവിൽ ഈയമുരുക്കിയൊഴിച്ചു. ഒടുവിൽ അഗ്നിയിലേക്ക് അവന്റെ ശരീരം വലിച്ചെറിഞ്ഞു. മറ്റൊരു ദാരുണമായ പീഡനമുറയായിരുന്നു കുഴിപീഡനം. ഇരകളെ തലകീഴായി കുഴിയിൽ പലകയിൽ ഉറപ്പിച്ചു നിർത്തുകയും തുടർന്ന് എല്ലാവിധ മാലിന്യങ്ങളും കുഴിയിലിട്ട് അരക്കൊപ്പം നിറയ്ക്കും. തുടർന്ന് ശ്വാസം കിട്ടാതെ രക്തസാക്ഷികൾ അതിദാരുണമായി പിടഞ്ഞു മരിക്കും. ക്രിസ്തുവിൻ്റെ പേരെവിടെയും ഉണ്ടാകാൻ പാടില്ല, ബൈബിൾ എവിടെയും ഉണ്ടാകാൻ പാടില്ല, പ്രാർത്ഥനകൾ ഒരിടത്തും നടക്കാൻ പാടില്ല. ഇത്തരം നിയമങ്ങൾ കാർക്കശ്യത്തോടുകൂടി നടപ്പാക്കി ഈ 250 വർഷം. എന്നാൽ ഈ 250 വർഷം കാർക്കശ്യത്തോടെ നടപ്പാക്കിയെങ്കിൽ ആ കാലഘട്ടത്തിൽ സഭ തളർന്നു പോയോ? അതാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതി. രക്തസാക്ഷ്യത്തിൻ്റെ അമൂല്യ നിമിഷങ്ങളാണ് ജപ്പാനിലെ ക്രൂരമായ മതമർദ്ദനത്തിൽ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുക. അണ്ടർഗ്രൗണ്ട് സഭയാണ് അവർ ഉണ്ടായിരുന്നത്. ക്രിസ്ത്യാനികളെല്ലാം ഈ കാലഘട്ടത്തിൽ 250 വർഷം അവർക്ക് വൈദികരില്ല, മെത്രാന്മാരില്ല, ഭരണ സംവിധാനങ്ങളില്ല, സുവിശേഷ പ്രഘോഷണ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ ആളുകളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സഭ നശിച്ചു പോകേണ്ടതല്ലേ, അപ്രത്യക്ഷമാകേണ്ടതല്ലേ? അവിടെ അപ്രത്യക്ഷമായില്ല. എന്തുകൊണ്ട് അപ്രത്യക്ഷമായില്ല? ധീരരായ വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു വിശ്വാസ സമൂഹം ജപ്പാനിൽ ഉണ്ടായിരുന്നു.
1868 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈദോ ഡിനാസ്റ്റിയുടെ ഭരണം അവസാനിക്കുമ്പോൾ പുറത്തു വരികയാണ്, ഉയർത്തെഴുന്നേറ്റ് വരികയാണ് ഒരു വിശ്വാസ സമൂഹം, ഒരു അൽമായ സമൂഹം. ധീരതയോടുകൂടി 250 വർഷം ഒരു ബൈബിൾ പോലുമില്ലാതെ, ഒരു വചനം കേൾക്കാതെ സുവിശേഷ പ്രഘോഷണം ആ കാലഘട്ടത്തിൽ സഭ ജീവിച്ചു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴികളെ മഹത്വപ്പെടുത്തുകയല്ലേ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ആ അണ്ടർഗ്രൗണ്ടിൽ, അവർ അണ്ടർഗ്രൗണ്ട് സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും ചരിത്രത്തിൽ വലിയ മ്യൂസിയത്തിൽ ജപ്പാനിൽ 1962 ആദ്യത്തെ രക്തസാക്ഷികളുടെ 100 വർഷം അവർ ആഘോഷിക്കുന്ന, അവരുടെ കാനനൈസേഷൻ്റെ, അവരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചതിൻ്റെ ആഘോഷിക്കുന്ന അവസരത്തിൽ ഒരു വലിയ മ്യൂസിയം, ഇവരെ വധിച്ച കുന്നിൻ്റെ മുകളിൽ ഒരു മ്യൂസിയം അവർ സ്ഥാപിക്കുകയുണ്ടായി. ഈ മ്യൂസിയത്തിൽ ഈ അണ്ടർഗ്രൗണ്ട് സഭയിലെ എങ്ങനെയാണ് അൽമായ സമൂഹം, വിശ്വാസ സമൂഹം, ഒരിക്കൽ വിശ്വാസത്തിൻ്റെ വിത്ത് എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചെങ്കിൽ അത് തളരാതെ എങ്ങനെ അവർ വളർത്തിയെന്ന് അതിൽ വളരെ വ്യക്തമായിട്ട് അവർ ആ മ്യൂസിയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവർക്ക് ആരുടെയും രൂപമൊന്നും സൂക്ഷിക്കാൻ പാടില്ല. പരിശുദ്ധ അമ്മയുടെയോ ഈശോയുടെയോ വിശുദ്ധരുടെയോ ഒന്നും രൂപങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. പക്ഷേ വിശ്വാസ സമൂഹം എന്ത് ചെയ്തു? ബുദ്ധൻ്റെ പ്രതിമ പോലെ ഈശോയുടെ രൂപം അവരുണ്ടാക്കി അവർ സൂക്ഷിച്ചു. ഇപ്പോൾ പുറമേ നിന്ന് ആര് വന്ന് കണ്ടാലും തോന്നുക അവർക്ക് ബുദ്ധനാണെന്ന് തോന്നും. പക്ഷേ അത് ആരാധിക്കുന്ന അവർക്ക് ഈശോയുടെ രൂപമാണെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപം അവർ അവിടുത്തെ രാജ്ഞിയുടെ രൂപമായിട്ട്, ചക്രവർത്തിനിയുടെ രൂപത്തിൽ അവർ കൊത്തിവെച്ചു. അങ്ങനെ അവർ സൂക്ഷിച്ചു. ബൈബിൾ അവർക്ക് സൂക്ഷിക്കാൻ സാധിക്കില്ല. ബൈബിൾ മനഃപ്പാഠമാക്കിക്കൊണ്ട് മനഃപ്പാഠമാക്കി അത് ആവർത്തിച്ച് അടുത്ത തലമുറയെ പഠിപ്പിച്ച് അവർ വചനം മുഴുവനും, ബൈബിൾ മുഴുവനും അവർ സൂക്ഷിച്ചു. അവരുടേതായിട്ടുള്ള പ്രാർത്ഥനാ രീതികൾ അവർ പിന്തുടർന്നു. അവർക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നില്ല, ഒരു വിധത്തിൽ ഉണ്ടായിരുന്ന ഒരു കൂദാശകളും ഉണ്ടായിരുന്നില്ല. എന്നാൽ വിശ്വാസം തളർന്നു ഇല്ല. ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയത് ആരാണ്? അതൊരു ഹൈറാർക്കിക്കൽ സംവിധാനമല്ല, പകരം വിശ്വാസ സമൂഹം. എന്തൊരു അത്ഭുതമാണ് ജപ്പാനിലെ സഭ നമുക്ക് നൽകുന്ന മാതൃക. എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ ആളിക്കത്തട്ടെ. ഏത് പ്രതിസന്ധികളിലും പ്രതിലോമ ശക്തികളുടെ ആക്രമണത്തിലും എൻ്റെ മനസ്സ് തളരരുത്. ഇന്ന് മാധ്യമ മേഖലകളിലൂടെ നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ അത് നമ്മെ തളർത്തരുത്, നമ്മുടെ മനസ്സിനെ തളർത്തരുത്. ഓരോ വിശ്വാസിയും കരുതണം, എൻ്റെ വിശ്വാസം ഞാൻ പ്രഘോഷിക്കും, ഞാനാണ് സഭ, എൻ്റെ യേശുവിനെ ഞാൻ ഉദ്ഘോഷിക്കും. ജപ്പാനിലെ ധീരരായ 10 ലക്ഷത്തിലധികം വരുന്ന രക്തസാക്ഷികളുടെ ചുടുനീളം എൻ്റെ സിരകളിലൂടെ കടന്നു പോകണം. എനിക്ക് ആവേശം നൽകണം. ഞാൻ പ്രവർത്തിക്കും. എൻ്റെ മേഖലകളിൽ എനിക്ക് ദൈവം നൽകിയിട്ടുള്ള എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ തൊഴിലിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്നും അവിടത്തേക്ക് സാക്ഷികളാകും. അത് ഞാൻ എൻ്റെ ഏത് മേഖലകളിൽ വചനം വായിച്ചുകൊണ്ടും വചനം പങ്കുവെച്ചുകൊണ്ടും. കാരണം ഈ സഭ ദൈവത്തിൻ്റെ സഭയാണ്. ഇത് അത്ഭുതകരമായ രഹസ്യമാണ്. അതാണ് ജപ്പാനിലെ സഭ നമുക്ക് നൽകുന്ന വലിയ തീഷ്ണതയോടുള്ള മാതൃക. ആ അണ്ടർഗ്രൗണ്ടിലെ സഭയിലെ ആ രഹസ്യമായി പ്രവർത്തിച്ച സഭ 250 വർഷം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നെങ്കിൽ എത്രയോ അത്ഭുതമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ആ കാലഘട്ടത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമുക്കും ഒരുപക്ഷെ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനോ അതുപോലുള്ള അവസരങ്ങളില്ലെങ്കിലും ഓർക്കുക, ഇത് ദൈവത്തിൻ്റെ സഭയാണ്. എനിക്ക് മാമോദീസ സ്വീകരിക്കുവാനുള്ള വലിയ ഭാഗ്യം എൻ്റെ ഈശോ എനിക്ക് നൽകി. അവൻ്റെ ശരീരത്തിലെ അംഗമാകുവാൻ എനിക്ക് അവസരം നൽകി. ഞാൻ എൻ്റെ വിശ്വാസം പ്രഘോഷിക്കും. എൻ്റെ കൽപ്പനകൾ ഞാൻ പാലിച്ചുകൊണ്ട് സുവിശേഷം ഞാൻ പ്രഘോഷിക്കും. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ എൻ്റെ ഈശോ എന്നെ അയച്ചിട്ടുണ്ട്. അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ആരെയാണ് ഭയപ്പെടേണ്ടത്? എനിക്ക് വലിയ യുദ്ധമുണ്ടായാലും ഞാൻ പ്രതീക്ഷയോടുകൂടി ഉള്ളവനായിരിക്കും. അവിടുത്തെ ഒരു കാര്യമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ, അവിടുത്തെ കൂടാരത്തിൽ എനിക്ക് സന്ദർശിക്കണം, അവിടുത്തെ മാധുര്യം ആസ്വദിക്കണം. സങ്കീർത്തകൻ്റെ ഈ വലിയ പ്രാർത്ഥന എൻ്റെ ഹൃദയത്തിൽ നമുക്ക് ചേർക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ വിശ്വാസ സമൂഹം, ജപ്പാനിലെ ആ ക്രൈസ്തവ സമൂഹം അനുഭവിച്ച വലിയ മതമർദ്ദനം അത് നമുക്ക് ഓർക്കാം. അവിടെയുള്ള മതമർദ്ദനത്തിൽ ധീരതയോടുകൂടി മരിച്ച രക്തസാക്ഷികളെ നമുക്ക് അനുസ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോഴും സഭ അവിടെ പീഡിപ്പിക്കപ്പെടുന്നു.
നമ്മുടെ പ്രാർത്ഥനകളിൽ ജപ്പാനിലെ സഭയെ ഓർക്കണം. ഇനി വലിയ സാധ്യതകളാണ് ജപ്പാനിലുള്ളത്. 1% ഉള്ളൂ. അവിടെ മതവിശ്വാസം ഒന്നുമില്ലാത്ത ധാരാളം ആളുകളുണ്ട്. അവിടെ ഒരുപക്ഷെ ദൈവം നമ്മെ അയക്കും സുവിശേഷ പ്രഘോഷണത്തിനായിട്ട്. ഒരു ദിവസം നമുക്ക് തുറന്നു കിട്ടും കൂടുതൽ തീഷ്ണതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവാൻ. അവിടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് കാത്തിരിക്കാം, പാർത്തിരിക്കാം. അവിടെ ഈ സുവിശേഷ പ്രഘോഷണത്തിൽ ധീരതയോടുകൂടി പ്രഘോഷിച്ച ഈശോ സഭാംഗങ്ങളെ നമുക്ക് ഓർക്കാം. അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ആ ഒരു സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇപ്പോഴും ആ സ്വാധീനത്തെ അവിടെയുള്ളവർ ഭയപ്പെടുന്നുമുണ്ട്. അതേ കാരണം യേശുവിൻ്റെ സാന്നിധ്യം അത് ഭയം ഉളവാക്കുന്നതാണ്, സ്നേഹത്തിൻ്റെ ഭയം. അവിടെ ഒരു വീട്ടിൽ തന്നെ ഭിന്നത ഉളവാക്കും എന്ന് ഈശോ പറഞ്ഞത് വിശ്വാസത്തിൽ ധീര രക്തസാക്ഷിത്വത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രതിജ്ഞ എടുക്കാം. ജപ്പാനിലെ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ 10 ലക്ഷത്തിലധികം വിശ്വാസ സമൂഹത്തെ നമുക്ക് ഓർക്കാം. നന്ദിയോടുകൂടി ആയിരിക്കാം. ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തിൽ അവിടത്തേക്ക് വേണ്ടി കറതീർന്ന ജീവിതം, വിശ്വാസ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഞാൻ പുലർത്തും എന്ന് എപ്പോഴും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ധീരതയോടുകൂടി നമ്മുടെ ജീവിതം നാം ക്രമീകരിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജപ്പാനിൽ ജീവൻ വെടിഞ്ഞ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസ സമൂഹം നമുക്ക് വേണ്ടി സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കും. നമുക്ക് ധീരതയോടുകൂടി തിന്മകളുടെ ശക്തികളെ നേരിടാനുള്ള കരുത്ത് നമുക്ക് ആർജിച്ചെടുക്കാം. അതിനുവേണ്ടി അവരോട് തന്നെ അവരുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്ന എല്ലാ ശാലോം പ്രേക്ഷകർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി ഉണ്ടാകട്ടെ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.